ഭാരതത്തെ തകർക്കാൻ ബംഗ്ലാദേശിൽ നിന്നും മുസ്ലിം നുഴഞ്ഞുകയറ്റക്കാർ എത്തുന്നു. ഞെട്ടിക്കുന്ന വാർത്തയാണ്. ഷേഖ് ഹസീന എന്ന് പറയുന്ന ബംഗ്ലാദേശിന്റെ മുൻ ഭരണാധികാരിയെ ആ കസേരയിൽ നിന്നും മാറ്റിയ ശേഷം മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ബംഗ്ലാദേശിന്റെ ഭരണത്തെ കയ്യിൽ വെച്ച് അമ്മാനമാടുമ്പോൾ ഇതുമാത്രമല്ല, ഇതിനപ്പുറവും ഒരുപക്ഷെ നടക്കും. എന്നാൽ ഇത്തരത്തിൽ നുഴഞ്ഞുകയറുന്ന എല്ലാത്തിനെയും വേരോടെ നശിപ്പിക്കുമെന്നുള്ള ദൃഢനിശ്ചയമെടുത്തിരിക്കുകയാണ് ഹിമന്ത ബിശ്വ ശർമ്മ. അസമിലെ 10 ലക്ഷം ഏക്കർ ഭൂമി ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിം നുഴഞ്ഞുകയറ്റക്കാർ കയ്യേറിയിരിക്കുന്നു. ഒഴിപ്പിച്ചെടുക്കുമെന്നുള്ള ഉറച്ച തീരുമാനമെടുത്തിരിക്കുകയാണ് ഹിമന്ത ബിശ്വ ശർമ്മ. അസമിലെ ഏകദേശം 29 ലക്ഷം ബിഘ ഭൂമി, അതായത് കണക്കുകൾ പ്രകാരം 10 ലക്ഷം ഏക്കർ വരും ഏകദേശം. ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റക്കാരും സംശയാസ്പദമായ പൗരന്മാരും കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പുറത്തുവിടുമ്പോൾ, ആ റിപ്പോർട്ടുകൾ പുറത്തുവിടുമ്പോൾ ശ്രദ്ധിക്കുക, ഭാരതത്തെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏതാനും ചില രാഷ്ട്രങ്ങളിൽ പെടുന്ന ഒരു രാജ്യം തന്നെയാണ് ബംഗ്ലാദേശ്. പാകിസ്ഥാൻ അടങ്ങുന്ന, ചൈന അടങ്ങുന്നവരുടെ ലിസ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ ബംഗ്ലാദേശിനെയും പെടുത്താം. അതിൻ്റെ ബാക്കി പത്രം തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിം കയ്യേറ്റക്കാർ ഭാരതത്തിലേക്ക് എത്തുകയും ഭാരതത്തിൻ്റെ സ്വന്തം മണ്ണിനെ കയ്യേറി വച്ചിരിക്കുകയും ചെയ്യുന്നത്.